ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും ലക്ഷ്മി അവിടെ ഒരു ബോംബ് പൊട്ടിച്ചപ്പോൾ അതിനുശേഷം അവിടെ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ആദ്യം ലക്ഷ്മി വന്നിട്ട് നമ്മുടെ ആദില നൂറയെ വളരെ മോശപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെതിരെ പ്രതികരിച്ചതുമാണ്. പിന്നീട് ഒനീലിനെ പിടികൂടിയിരിക്കുകയാണ് ലക്ഷ്മി. ശരിക്കും അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ അതേക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം ടാസ്ക് കഴിഞ്ഞ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ പുള്ളിക്കാരൻ ഒനിയിൽ തുള്ളിച്ചാടി നിൽക്കുമ്പോൾ പുള്ളിക്കാരൻ വീഴാൻ പോകുമ്പോഴാണ് നമ്മുടെ മസ്താനി കയറി പിടിക്കുന്നത്. അത് മസ്താനി വന്നിട്ട് ലക്ഷ്മിയോട് പറയുകയും ലക്ഷ്മി അവിടെ ഒമൺ കാർഡ് ഇറക്കുകയും ചെയ്തു. അതിനുശേഷം ഒനീലിനെ ഒത്തിരി അനാവശ്യങ്ങൾ പറഞ്ഞു, കുടുംബത്ത് പിറക്കാത്തവൻ എന്ന് വരെ വിളിച്ചു. പലരും അതിനെ ഒരുപാട് ന്യായീകരിക്കുന്നുണ്ട്. ലക്ഷ്മി ബോൾഡായ ഒരു സ്ത്രീയാണെന്ന് പറയുന്നുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ ബോൾഡ് ആവാം, ആവശ്യത്തിന് മാത്രം. എല്ലാത്തിനും ഒരു പരിധി ഉണ്ടാവണം. അതിർത്തി എന്നൊക്കെ പറയും, അതില്ലെങ്കിൽ വളരെ ബോറായി പോകും. അപ്പോൾ എന്തായാലും ഒട്ടും നല്ലതായിട്ട് എനിക്ക് പറയാൻ തോന്നിയില്ല. പിന്നീട് ഒനിയില് നമ്മുടെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിപ്പിക്കുകയും അവിടെ ഇരുന്ന് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് കരയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയും പലരും പറഞ്ഞിട്ടുള്ളത് ഒനീലിനെ തന്നെ കുറ്റപ്പെടുത്തിയാണ് പറഞ്ഞത്. അല്ലാതെ ലക്ഷ്മിയെ കുറ്റപ്പെടുത്തി പറയുന്ന ആളുകളും ഉണ്ട്. അങ്ങനെയല്ലേ അല്ലേ? ഒരു കാര്യം ഉണ്ടാകുമ്പോൾ രണ്ട് വിധമാണല്ലോ അല്ലെങ്കിലും. പക്ഷെ ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ തീർത്തും കുറ്റം പറയുന്നത് ലക്ഷ്മിയെ തന്നെ പറയൂ. കാരണം ഇതൊരു ബിഗ് ബോസ് വീടാണ്. ഇതിനുള്ളിൽ പോയിട്ട് നിങ്ങളൊക്കെ ടാസ്ക് ചെയ്യുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടേ മുട്ടയൊക്കെ ചെയ്യില്ലേ? നമ്മൾ കാണുന്നതാണ്. ആ ഒരു ചെളിക്കുള്ളിൽ കിടന്ന് ആ ഒരു കൊടിയൊക്കെ കുത്തുന്ന ആ ഒരു ടാസ്കിനകത്ത് ആണോ പെണ്ണോ എന്നുള്ള ആ ഒരു ഇതൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചിലരൊക്കെ വയറ്റിൽ തൂക്കിയെടുത്ത് എറിയുന്നത് വരെ കണ്ടു. അപ്പോഴില്ലാത്ത ഒരു കാർഡാണ് ഇപ്പോൾ പുള്ളിക്കാരൻ വീണപ്പോൾ കയറി പിടിച്ചപ്പോഴത്തേക്ക് ഉടനെ അവിടെ സംഭവിച്ചത്. ശരിക്കും മസ്താനി ഇത് വന്ന് പുള്ളിക്കാരത്തിയുടെ പറയുന്ന സമയത്ത് ഈ ഒരു ലക്ഷ്മി ഇതിനെ വലിയ സംഭവമാക്കി എടുക്കേണ്ട കാര്യം മറ്റൊന്നുമല്ല. പുള്ളിക്കാരത്തിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാനും ഇത് ഒരു വുമൺ കാർഡായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് തകർന്ന് തരിപ്പണം ആവും എന്നൊക്കെയുള്ള ആ ഒരു ധാരണയിലൊക്കെയാണ് പുള്ളിക്കാരത്തി ഇത് കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒനീലിനോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒനീൽ ഇതിന്റെ പേരിൽ എന്തിനാ ഇത്രയും കിടന്ന് കരയേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. പലരും പറയും പുരുഷനും സങ്കടം വരുന്നു. എന്തിനു സങ്കടം വരണം? ഒനീല് തെറ്റ് ചെയ്തിട്ടില്ല. വീഴാൻ പോയപ്പോൾ പുള്ളിക്കാരത്തിയെ ഒന്ന് ആരായാലും നമ്മൾ വീഴാൻ പോകുമ്പോൾ ആരാണ് എവിടെയാണ് എന്താണെന്ന് നോക്കില്ല, കിട്ടുന്ന കച്ചത്തിന് മുമ്പിൽ കയറി പിടിക്കും. അത് മനുഷ്യ സഹജമുണ്ടോ? മനുഷ്യ സഹജം മാത്രമല്ല, ഏത് ജീവജാലങ്ങളും അങ്ങനെ ചെയ്യുള്ളത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ തന്നെ കാണുന്നതാണ്, ഈ പെരുവെള്ളമൊക്കെ വരുന്ന സമയത്ത് ഒഴുകി പോകുന്ന ജീവജാലങ്ങൾ ചിലപ്പോൾ പാറയിലോ തടിയിലോ ഒക്കെ പിടിച്ച് തൂങ്ങി കിടക്കുന്നത് അല്ലേ? മനുഷ്യനും അങ്ങനെ തന്നെയാണ്, എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ മനുഷ്യൻ വീഴാൻ പോകുന്ന സമയത്ത് മുന്നിൽ കാണുന്ന എന്തോ അതിൽ പിടിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പേരിലാണ് ലക്ഷ്മി അവിടെ ബോംബ് പൊട്ടിച്ചത്. പക്ഷേ ഇതിൽ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ഒനീലിനോട് പരാതിയുള്ളത്. സംഭവം ഇതിൻ്റെ പേരിൽ കരഞ്ഞു വിളിച്ച് ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. കൺഫെഷൻ റൂമിൽ പോയിരുന്ന് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു, സങ്കടം പറയുന്നുണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ ക്യാമറയിൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് പരാതി പറയുന്നുണ്ടായിരുന്നു. പരാതി പറഞ്ഞതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ കരയേണ്ട കാര്യമില്ല. കാരണം പുള്ളി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ട്. ഇത് നിൽക്കുന്നത് പുറത്തൊരു സ്ഥലത്തല്ല, ബിഗ് ബോസ് പോലുള്ള വലിയ ഒരു ചുറ്റും ക്യാമറയൊക്കെ വെച്ച 10-72ഓളം ക്യാമറയുള്ള ഒരു വീടിനുള്ളിലാണ് നിൽക്കുന്നത്. ഇവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അത് ഒരു ക്യാമറയിൽ നോക്കുമ്പം മനസ്സിലാക്കത്തക്ക കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലാണേലും ഈ ഒരു സംഭവം ഈ പെണ്ണുങ്ങൾ ഇറക്കുമ്പോൾ, ഇങ്ങനെ ഒരു വുമൺ കാർഡ് ഇറക്കുമ്പോൾ ഒനീലിന് ധൈര്യമായിട്ട് പറയാം, ലാലേട്ട ആ ഒരു ക്യാമറയൊന്ന് ചെക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തക്ക കാര്യമേ ഉള്ളൂ. ഇപ്പോഴത്തെ ഈ ഒരു സീസണിലെന്ന് പറഞ്ഞാൽ ക്യാമറയിൽ കാണിക്കുന്നുണ്ട്, അപ്പോഴൊക്കെയുള്ള സാധനങ്ങളെല്ലാം ക്യാമറയിൽ അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവർ കാണിക്കാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ജിസയിലും ആര്യനും കൂടെയുള്ള ആ ഒരു സംഭവം നമ്മുടെ അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ബിഗ് ബോസ് കാണിച്ചു കൊടുക്കാതിരുന്നിട്ടുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, അത് കറക്റ്റാണെന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് അവരത് കാണിച്ചില്ല, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എന്ത് കാര്യത്തിന് ഡൗട്ട് വന്നാലും അപ്പപ്പോഴ് അവർ ക്യാമറയിൽ കാണിക്കുന്നുണ്ട്. കാണിച്ച് ആ ഒരു ഡൗട്ട് ക്ലിയർ ആക്കിയാണ് അപ്പപ്പോഴും പോകുന്നത്.
അപ്പോൾ ഈ ഒരു സംഭവം ഒനിയലിന് ആവശ്യപ്പെടാം. ഇങ്ങനെ ഒരു വുമൺ കാർഡ് ഇറക്കുമ്പോൾ അതിനെതിരെ മോങ്ങുകയല്ല ചെയ്യേണ്ടത്, സ്ട്രോങ് ആയിട്ട് നിൽക്കുക. നീ പോയി പരാതിപ്പെടടി, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, അറിയാണ്ട് വീഴാൻ പോയപ്പോൾ ഇങ്ങനെ കയർ പിടിച്ചതാണ്. ഇതിന്റെ പേരിൽ നിങ്ങൾ വുമൺ കാർഡ് ഇറക്കി നിൽക്കാനായിട്ട് നോക്കണ്ട. നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തു, ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ നമുക്കത് കാണാം സ്ക്രീനിൽ എന്ന് പറഞ്ഞ് ഒഴിവായിക്കൂടെ? അങ്ങനെ ബോൾഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ ലക്ഷ്മിയൊക്കെ വുമൺ കാർഡിന്റെ പെട്ടിയൊക്കെ മടക്കി പൂട്ടി കെട്ടി ഒരിടത്ത് വെക്കും. അല്ലാണ്ട് അവരൊന്ന് പറയുമ്പോൾ തകർന്നടിയുന്നതാണ് കായി കഴിഞ്ഞാൽ എത്ര സ്ട്രോങ് ആയിട്ട് നിന്ന് കളിച്ചിരുന്ന ഒരു മനുഷ്യനാണ് മാറിപ്പോയിരുന്ന് കരയുന്നത്. വളരെ മോശം. ഒരിക്കലും അതെനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല. അങ്ങനെ കരയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയുക. സ്ക്രീനിൽ കാണിച്ചു തരുമല്ലോ. അപ്പോൾ CCTV ഫുട്ടേജ് എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ന് പോലീസിന് ഏറ്റവും വലിയ കേസ് അന്വേഷിക്കാനൊക്കെയുള്ള ഏറ്റവും വലിയൊരു ഉപാധിയാണ് ഈ CCTV ഫുട്ടേജ്. അന്ന് പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ 100,000 ക്യാമറകളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഒരാളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തിനു ഭയക്കണം? അനുമോളെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒനിയിലായാലും ശരി തന്നെ, അനുമോളെ കണ്ടുപിടിക്കുക. ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായവർക്കെ ലാലേട്ടൻ വന്ന് മുഖത്ത് നോക്കി പറയാവുന്നതിന് അങ്ങേ അറ്റം പറഞ്ഞിട്ട് പോലും സ്ട്രോങ് ആയിട്ട് നിന്നു. ഞാനത് കണ്ടു. 100-300ഓളം ക്യാമറകൾ നോക്കിയിട്ട് കണ്ടില്ല. ഈ ഞാൻ ഉൾപ്പെടെയുള്ളവർ നോക്കിയിട്ടും കണ്ടില്ല. ഞാൻ പോലും കണ്ടില്ല. പിന്നെ താൻ എങ്ങനെ കണ്ടു? ഞാൻ കണ്ടു. അതേ എനിക്കറിയാവൂ. ലാലേട്ടൻ കാണാത്തത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടു. അതാണ് പെണ്ണ്. അവരത് കണ്ടു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ തോന്നിയത്. എന്നാൽ എന്തുകൊണ്ട് ആ അനുമോള് പറഞ്ഞ ആ 2 ദിവസത്തെ CCTV ഫുട്ടേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അന്നത്തെ ആ ഒരു 2 ദിവസത്തെ ക്യാമറയിൽ പിടിച്ച സംഭവങ്ങൾ, അവിടെ നടന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സ്ക്രീനിൽ കാണിക്കാഞ്ഞത്? കാരണം കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒനിയിലിനോട് ഭയങ്കര സഹതാപമാണ് തോന്നുന്നത്, ദേഷ്യമാണ് തോന്നുന്നത്. എന്തിനാ ഇങ്ങനെയൊക്കെ മണ്ടത്തരം കാണിക്കുന്നത്? നിങ്ങൾ അതിനകത്തിരുന്ന് ചുമ്മാതെ ഇങ്ങനെ പൊട്ടിക്കരയുമ്പോഴാണ് നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും വിഷമിക്കുന്നത്. നിങ്ങൾ അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് ഗെയിം കളിക്കുകയാണെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ളവരൊക്കെ ഭയങ്കര സന്തോഷിക്കും. അപ്പോഴായിരിക്കും അവർ ഹാപ്പി ആവുന്നത്. ഇത്രേ പറയാനുള്ളൂ. ഇനിയും പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെതിരെ ഒരു 100,000 പേര് വന്ന് നമ്മുടെ നാവിനെ പിടിച്ചു കെട്ടാൻ നോക്കിക്കഴിഞ്ഞാലും ഒരുത്തന്റെ മുന്നിൽ പോലും മുട്ടുകടക്കേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. അതും ഈ 100,000 ചുറ്റും ക്യാമറകളുള്ള ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും